ഹലോ, അപ്പോൾ നമുക്ക് തമിഴ്നാട് സ്റ്റൈലായിട്ടൊരു കുളമ്പ് കണ്ടാലോ? കുളമ്പെന്നാണോ കുഴമ്പെന്നാണോ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യമായിട്ട് ഞാൻ ഇനി എടുത്തിരിക്കുന്ന ഒരു ചെറിയ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ വേണ്ടത് മുഴുവനായിട്ടുള്ള മല്ലി കേട്ടോ. അത് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മല്ലിപ്പൊടി ടേസ്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ എടുക്കാം കേട്ടോ കുറച്ചും കൂടി. പിന്നെ ഒരു 3 വലിയ വറ്റൽമുളക്, പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 2 കയ്യിൽ ഇത്രയും ഞാൻ എടുത്ത അളവ് ഇത്രയാണ്, 2 കൈ അളവിൽ പരിപ്പ് കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നല്ല ഫ്ലെയിം വെച്ച് കഴിഞ്ഞാലായിട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. ഇത് വറുത്ത് പകുതി എത്തുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി കരിക്കാൻ വേണ്ട കേട്ടോ. ആ ഒരു സ്മെല്ലൊക്കെ വന്ന് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേ നിങ്ങൾ മാറ്റിയെടുക്കുക. അപ്പോൾ ഇതായതിനു ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വറുത്തെടുത്ത് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊടി കിട്ടും, ചെറിയൊരു മസാലപ്പൊടി പോലെ കിട്ടും. നല്ല സ്മെല്ലാട്ടോ സംഭവം. ഇത് തമിഴ്നാട്ടുകാരെ ഒരു കറിയാണെങ്കിൽ വളരെ സിമ്പിളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട്, പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി, പിന്നെ കുറച്ച് സവോളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എനിക്ക് ചുവന്നുള്ളി കുറച്ചേ കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം. ചുവന്നുള്ളി മാത്രം ഇട്ടിട്ട് ചെയ്യാം. ഞാൻ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവോളയും കൂടി ആഡ് ചെയ്തത്. അതിനുശേഷം ഇതൊരു കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞതും, കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് ഒരു കുറുക്കിയെടുക്കുക. ഇതിനകത്തോട്ട് കായപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ കായപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് അത് ആഡ് ചെയ്തില്ലേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനിതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഒരു ഇത്രയും പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇത് മാത്രം മതി. ഇതും പപ്പടവും കൂട്ടി ചോറ് എത്ര വേണേലും കഴിക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.